വിഷയമായിട്ട് നമ്മൾ പറഞ്ഞത് പ്രബോധനം എന്ന ശുശ്രൂഷ സഭയിൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. എങ്ങനെ ചെയ്യാം, നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്യം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 3:13. അവിടെ പ്രബോധനം, ഇംഗ്ലീഷ് ബൈബിളിലെ എക്സോർട്ടേഷൻ, പ്രബോധനം എന്നുള്ള വാക്കുണ്ട്. അതുകൊണ്ടാണ് ആ വാക്ക് വായിച്ചത്. അതുപോലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം. അവിടെ പ്രബോധിപ്പിച്ചു എന്നുള്ള ഒരു വാക്ക് നമ്മൾ കണ്ടു. അപ്പോൾ പ്രബോധനം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ എക്സോർട്ടേഷൻ എന്ന വാക്കായിട്ടാണ്. ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഗ്രീക്ക് പുതിയ നിയമത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ചിന്തിക്കാനുള്ളത് എന്താണ് പ്രബോധനം എന്നുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗങ്ങൾ, 2 വാക്യങ്ങൾ നോക്കുമ്പോൾ 2 തരത്തിലുള്ള പ്രബോധനങ്ങളുണ്ട് എന്ന് പറയാം. എബ്രായർ 13:3 ആരെയാണ് പ്രബോധിപ്പിക്കുന്നത്? ഓർക്കണ്ടോ? അന്യോന്യം പ്രബോധിപ്പിക്കും. അന്യോന്യം, വൺ അനദർ. അപ്പോൾ അതൊരു വൺ അനദർ മിനിസ്ട്രിയാണ്. ഹൗ ഓഫൺ, എപ്പോഴൊക്കെയാണ് അത് ചെയ്യേണ്ടത്? ആ വാക്യത്തിലുണ്ട്, നാൾ തോറും. അപ്പോൾ ഓരോ ദിവസവും വിശ്വാസികൾ അന്യോന്യം പ്രബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് വ്യക്തി തലത്തിലുള്ള 1-on-1, ഒരാൾ വേറൊരാൾ, 2 ആളേ ഉള്ളൂ അവിടെ പ്രബോധനം നടക്കുന്നു. വെറുതെ പറഞ്ഞായിരിക്കുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും ഒരു വിശ്വാസി ആരെങ്കിലും പ്രബോധിപ്പിച്ചിരിക്കും, ആരിൽ നിന്നെങ്കിലും ഒരാളിൽ നിന്നെങ്കിലും പ്രബോധനം സ്വീകരിച്ചിരിക്കും. ഇതുവല്ലോ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണോ? ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ ഫോൺ വിളിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പ്രബോധനം വല്ലതും ഉണ്ടാവാറുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ഈ വേദപുസ്തകത്തിൽ ഉള്ള പല കാര്യങ്ങളും നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയോ ചെയ്യുകയോ ഇല്ല. ഇത് വേണമെന്ന് വിചാരിച്ചാൽ ഫോൺ വിളിക്കുമ്പോൾ ഒരു പ്രബോധനം കൂടെ കൊടുക്കാൻ പാടില്ലേ? ഫോൺ വിളിക്കാത്ത ആളുകൾ, ഫോൺ ഉപയോഗിക്കാത്ത ആളുകളില്ല. ചിലർ ഫോൺ വിടൂല്ല, എപ്പോഴും ഫോണിലാണ്. ചിലർ ആവശ്യത്തിന് മാത്രമേ ഫോൺ വിളിക്കുള്ളൂ. ഏതായാലും ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശമാണ്. നമുക്ക് എക്സോർട്ട് വൺ അനദർ. ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ ഭർത്താവും, ഭർത്താവിന് ഭാര്യയും, മക്കളെ വിളിച്ച് മോനഞ്ഞ് വന്ന് ഞാൻ ഒരു കാര്യം പറയുന്നു, ഒരു പ്രബോധനം കൊടുക്കുക. നമുക്ക് തമാശയായിട്ട് തോന്നുന്നു അല്ലേ? ഇതുവരെ ചെയ്തിട്ടില്ലാഞ്ഞിട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എക്സോർട്ട് വൺ അനദർ ഡെയിലി, നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? അത്ര വലിയ അപകടം വല്ലതും ഉണ്ടോ? ആ വാക്യത്തിൽ തന്നെയുണ്ട്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം തമ്മിൽ പ്രബോധിപ്പിക്കും. മ്യൂച്വൽ ഡെയിലി എക്സോൾട്ടേഷൻ ഈസ് എ റെമഡി. ഈ രോഗത്തിനുള്ള മരുന്നാണത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ.
നമ്മളുടെ ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ പാപിയുടെ ഹൃദയമാണ്. അത് വെറുതെ ഇരുന്ന കേടായി പോകുന്ന സാധനമാണ്. ചില കാര്യങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് കണ്ടിട്ടില്ല, തീ എത്ര അധികമാണെങ്കിലും അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ അടുത്ത ആളോട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പോയിട്ട് വരട്ടെ അല്ലേ. കാരണം അത് തീ കത്തിക്കൊണ്ടിരിക്കുക, അത് അവിടെ ഇരിക്കുകയും ചെയ്ത് അടി പിടിച്ച് വൃത്തികേടായി പോകും, യൂസ്ലെസ് ആയി പോകും. നമ്മളൊക്കെ അങ്ങനെയാണെന്ന് ചിന്തിക്കണം. നമ്മുടെ ഹൃദയം തനിയെ വഷളായി പോകുന്ന ഹൃദയമാണ്. അതുകൊണ്ട് അതിന് ഈ എക്സോർട്ടേഷൻ, ഡെയിലി എക്സോർട്ടേഷൻ ആവശ്യമാണ്. അപ്പം അതല്ല പക്ഷെ നമ്മുടെ വിഷയം, സഭായോഗത്തിൽ പ്രബോധനം എന്നുള്ള വിഷയം. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അതങ്ങ് വിടുകയാണ്. അത് പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. രണ്ടാമത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിച്ചപ്പോൾ ആരാണ് പ്രബോധനം കൊടുക്കുന്നത്? പത്രോസല്ലേ. അപ്പോസ്തലനായ പത്രോസാണ്. ആർക്കാ കൊടുക്കുന്നത് പ്രബോധനം? യെരുശലേമിലെ യഹൂദന്മാരായ കേൾവിക്കാർ, അവർക്കാണ് പ്രബോധനം കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സഭായോഗത്തിലൊക്കെ ചെയ്യുന്ന പ്രബോധനത്തിൻ്റെ ഒരു മാതൃകയാണ്. ഒരു സംഘം ആളുകൾക്ക് പ്രബോധനം നൽകുക, അല്ലെങ്കിൽ അവരെ പ്രബോധിപ്പിക്കുക എന്നുള്ളത്. പ്രബോധനം എന്താണ് എന്നുള്ളത് പറയാൻ തുടങ്ങുമ്പോൾ പ്രബോധനത്തെക്കുറിച്ച് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു: പാരാക്ലേസിസ് എന്ന് പറയാം. പാരാക്ലേസിസ്. പാര എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഗ്രീക്കില് ബൈ മൈ സൈഡ്, എൻ്റെ അടുക്കൽ, എന്നോട് ചേർന്ന്, എൻ്റെ വശത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ് പാര എന്നുള്ള വാക്ക്. ബൈ മൈ സൈഡ് എന്നുള്ള അർത്ഥം. പ്ലേസസ് എന്ന വാക്ക് ടു കോൾ, വിളിക്കുക എന്നുള്ള മൂലവാക്കിൽ നിന്നാണ് വരുന്നത്. കലയോ എന്നാണ്, അതാണ് ക്ലേസിസ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ, സഹായം ആവശ്യമുള്ളപ്പോൾ വേറൊരാളെ, സഹായകനെ വിളിച്ചു വരുത്തി സൈഡിൽ നിർത്തുക എന്നുള്ള ആശയമാണ് പാരാക്ലേസിസ് എന്നുള്ളതിനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മലയാളത്തിൽ വേറൊരു സഹായകൻ, ഗ്രീക്കിൽ പാരാക്ലേറ്റോസ് എന്നാണ്. അതാണ് സുറിയാനി സഭയിലെ പാരക്കലീത്ത എന്ന് പറയും. യാക്കോബക്കാരുടെ പാട്ടിലൊക്കെ ഉണ്ട് പാരക്കലീത്ത. അപ്പോൾ ഈ വാക്കിൻ്റെ ആശയം ആളുകളെ കൂടെ നിന്ന്, അടുത്ത് ചെന്ന് നിന്ന് സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ്. അത് വേറെയും വാക്കുകൾ ഇതിനോട് തുല്യമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട വാക്ക് നമ്മൾ അറിയേണ്ടത് ഇത് തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രബോധനത്തിൽ വരുന്നത്? പ്രബോധനത്തിൽ വരുന്നത് ബാബുസോദരൻ പറഞ്ഞ പോലെ പ്രോത്സാഹനം വരും. നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നന്നായി എന്ന് പറയുക, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ശരിയായ വഴിയിൽ പോകുന്ന, അതിനൊരു തീരുമാനം എടുക്കുന്ന ഒരാളെ, രക്ഷിക്കപ്പെടാത്ത ഒരാൾ രക്ഷിക്കപ്പെടുന്നു, അദ്ദേഹം മാനസാന്തരപ്പെടുന്നു, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സകല പ്രോത്സാഹനവും കൊടുക്കണം. കാരണം ബാക്കി ലോകം മുഴുവൻ അതിനെ എതിർക്കാൻ നിൽക്കുകയല്ലേ, അതൊക്കെ ഇതിൽപ്പെടും. പത്രോസ് അതാണ് ചെയ്തത്. പത്രോസ് അവിടെ പ്രസംഗിച്ചു. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. യേശുവിനെ ക്രൂശിച്ച ജനമാണ് യഹൂദന്മാർ. അവരുടെ പെരുന്നാളാണ്, അവർ മാത്രമേ ഉള്ളൂ അവിടെ. അവരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയാണ്. അവരെ പ്രബോധിപ്പിച്ചു. എക്സോർട്ടഡ് എന്നാണ്,
എന്ത് പറഞ്ഞാൽ പ്രബോധിപ്പിച്ചത്? അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ അവരെ ഒരു ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കുകയായിരുന്നു. എന്താണ് പറഞ്ഞത്? സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് പെർവേഴ്സ് ജനറേഷൻ. അപ്പോൾ അവിടെ ഈ തലമുറ വളരെ വക്രതയുള്ളതാണ്, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ ഈ പാരാക്ലൈസിസ് എന്നുള്ള വാക്കിന് മുന്നറിയിപ്പ് എന്നുള്ള അർത്ഥമുണ്ട്. വാർണിംഗ്, മുന്നറിയിപ്പ് കൊടുക്കുക, സ്നേഹത്തോടുകൂടെ മുന്നറിയിപ്പ് കൊടുക്കുക. തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴാണ്. തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എന്താ ശ്രമിക്കേണ്ടത്? തിരുത്താൻ ശ്രമിക്കണം. അത് എക്സോർട്ടേഷൻ്റെ ഭാഗമാകാം. തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കണം, മുന്നറിയിപ്പ് കൊടുക്കണം. സങ്കീർത്തന സദൃശവാക്യങ്ങളിലൊക്കെ ഒരുപാടുണ്ടല്ലോ, മുന്നറിയിപ്പ് കൊടുക്കണം. മദ്യം വീഞ്ഞ് നുരഞ്ഞ് ചുവന്ന് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നോക്കരുതെന്നാണ് പറഞ്ഞത്. അത് വാണിംഗ് ആണ്. അതൊക്കെ പറയുന്നത് ഇതിൽ വരും. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് സഹോദരി സഹോദരന്മാർക്ക് സഭയിൽ അവരുടെ മുൻപിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്ന അപകടകരമായ വാതിലുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് പ്രബോധനമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധി ഉപദേശിച്ച് നേർവഴിയിലാക്കുക എന്നുള്ളൊരാശയം കൂടെ ഉണ്ട്. ബുദ്ധി ഉപദേശിച്ച് നേർവഴി കാണിച്ചു കൊടുക്കുക. ചിലർ തെറ്റായ വഴി ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല വഴി പൊക്കോളും. അങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് പ്രബോധനം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ബൈബിളിലെ വാക്ക്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ വചനത്തിൽ നിന്നുള്ള പഠിപ്പിക്കൽ, ഉപദേശവുമായിട്ട് ഇതിന് എന്താ വ്യത്യാസം വല്ലതും ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ ബൈബിളിൽ പറഞ്ഞ വേറൊന്നാണ് പ്രവചന ശുശ്രൂഷ. നമ്മളങ്ങനെ ഭാവി പറയുന്ന പ്രവചന ശുശ്രൂഷ നമ്മുടെ സഭകളിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അത് ദൈവഹിതമാണെന്ന് നാം വിചാരിക്കുന്നില്ല. എങ്കിലും പ്രവചനം വിട്ടുകളഞ്ഞിട്ടില്ല. പ്രവചനം 1 Corinthians 14:3 പറയുമ്പോൾ പ്രവചനം കൊണ്ട് എന്തൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അവിടെ പ്രബോധനവും വരുന്നുണ്ട്. 1 Corinthians 14:3 പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. അപ്പോൾ അത് പ്രവചനത്തിൻ്റെ ഭാഗമാണ്. പ്രവചനത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രബോധനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രബോധനവും പ്രവചനവും തമ്മിൽ വളരെ യോജിപ്പുണ്ട്. പക്ഷെ രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നും അതും നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരല്പം ഓവർലാപ്പിംഗ് ഉണ്ടായാലും അത് വലിയൊരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യം ഇല്ല. ഒരു സഭയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു സഹോദരൻ ദൈവജനത്തിൽ നിന്നുള്ള ഉപദേശം കൊടുത്തു, ടീച്ചിങ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ സഭയിലെ അധ്യക്ഷൻ പറഞ്ഞു, നല്ലൊരു പ്രബോധനമാണ് നമുക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ചെറിയ വഴക്കുണ്ടായി. ഞാൻ ഉപദേശം കൊടുത്തിട്ട് പ്രബോധനമാണെന്ന് പറഞ്ഞു എന്നുള്ളൊരു ചെറിയ വഴക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ എന്താ ഇങ്ങനെ വഴക്കുണ്ടാവാൻ കാരണം? ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സാധനമാണ്, പ്രബോധനം എന്ന് പറയുന്നത് ചെറിയൊരു സാധനമാണ് എന്ന് ചിന്തിച്ചിട്ടല്ലേ ഞാൻ വലിയ കാര്യം ചെയ്തിട്ട് ചെറുതാന്ന് പറഞ്ഞു എന്നാ. അപ്പം അതുകൊണ്ട് അത്രയൊന്നും കൃത്യതയിലേക്ക് പോണ്ട. ഇത് ഒരു അല്പം ഓവർലാപ്പിംഗ് ഒക്കെ ഈ വാക്കുകളിൽ തന്നെ ഉണ്ട്. നാം കണ്ടല്ലോ 1 Corinthians 14:3 പ്രവചിക്കുന്നവൻ, അതിൽ പ്രബോധനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രബോധനത്തിൻ്റെ എലിമെൻസ് ഒക്കെ വരും, വാണിംഗ് ഒക്കെ വരും. പ്രബോധനത്തിൽ എന്താ വരാത്തത്? പക്ഷേ എങ്കിലും ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അറിവ് പകരുക, സത്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ്
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. പിതാവിൻ്റെ ആളത്വമുണ്ട്, പുത്രൻ്റെ ആളത്വമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമുണ്ട്. പക്ഷേ ഈ മൂന്നും ഒരു ദൈവമാണ്, സാരാംശത്തിൽ ഏകനാണ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ത്രിത്വം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്താണ്? അത് ടീച്ചിങ്ങാണ്. ആളുകളെ കാര്യം മനസ്സിലാക്കാനായി സഹായിക്കുന്ന ശുശ്രൂഷയാണ്. അതേസമയം ത്രിത്വത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നീ ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അതൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ ഒന്നാകണമെന്ന് പറഞ്ഞാൽ അത് ഉപദേശം, ടീച്ചിങ് എന്നുള്ളതിനേക്കാൾ അതൊരു പ്രബോധനമാണ്. അപ്പം അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, ബന്ധങ്ങളുമുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രത്യേകിച്ചും പ്രവചനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രവചനത്തിന് നമ്മൾ പ്രസംഗം എന്നാണ് പറയാറുള്ളത്. വേറെ കാരണം മറ്റേ ഈ പ്രവചനത്തിലെ ഭാവി പ്രവചനം എന്ന ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അതിന് നാം വേറൊരു വാക്ക് ഉപയോഗിക്കേണ്ടതായി നമുക്ക് വരുന്നുണ്ട്. അതിന് പ്രസംഗം എന്നുള്ള വാക്കാണ് പൊതുവെ, ഉണർവ് പ്രസംഗം എന്നാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോഫസി, പ്രവചനം കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്? 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് വരാമോ? നമ്മൾ വായിച്ചു, 14-3 വായിച്ചതാണ്. എന്നാൽ 14-ന്റെ അവസാന ഭാഗത്തേക്ക് നോക്കുമ്പോൾ 31, 14-ന്റെ 31. അപ്പോൾ അവിടെ പ്രവചനമാണ്. പ്രവചനം കൊണ്ട് എല്ലാവരും പ്രവചിച്ചോളൂ, ഓരോരുത്തരായിട്ട് പ്രവചിച്ചോളൂ. അപ്പോൾ എന്ത് ഗുണം കിട്ടും? എന്താണ് ഗുണം, ഫലം ഉണ്ടാകാൻ പോകുന്നത്? എല്ലാവർക്കും പഠിക്കാൻ അവസരം കിട്ടും. ടീച്ചിങ് അല്ല, പ്രവചനമാണ്, എങ്കിലും പഠിക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരല്പം ഓവർലാപ്പിംഗ് ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞത്. പ്രവാചകൻ സംസാരിച്ചാലും എല്ലാവർക്കും പഠിക്കാനും പിന്നെ എല്ലാവർക്കും ആശ്വാസം പ്രാപിപ്പാനും. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രബോധനത്തിലേക്ക് വരാം, പ്രായോഗികമായിട്ട് വരാം. നമ്മുടെ സഭായോഗങ്ങളിൽ നമുക്ക് പ്രബോധനത്തിന് എല്ലാ സഭകളിലും അങ്ങനെ ഞായറാഴ്ച പ്രബോധനത്തിനെന്ന് പറഞ്ഞൊരു സമയമുണ്ടോ? 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ സഭ കൂടി വന്ന് അന്യോന്യം പ്രോത്സാഹിപ്പിക്കാനായി, അതുപോലെ ഫോർ ആത്മീയവർദ്ധനയ്ക്കായി എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിലുള്ളത്. എല്ലാം ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മീയവർദ്ധനയ്ക്കായിട്ട് അവരെന്തൊക്കെ ചെയ്തതെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പാട്ട് ഉണ്ടല്ലോ 14-ന്റെ 26 അവരെന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞില്ലേ? നമ്മളത് അന്ന് നോക്കിയതാണ്. 1 കൊരിന്ത്യർ 14-ന്റെ 26. അതുകൊണ്ട് എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനമുണ്ട്, ഒരുത്തിന് ഉപദേശമുണ്ട്, ഒരുത്തിന് അന്യഭാഷയുണ്ട്, ഒരുത്തിന് വെളിപ്പാടുണ്ട്, ഒരുത്തിന് വ്യാഖ്യാനമുണ്ട്. എല്ലാ കാര്യങ്ങളും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യം 31-ാമത്തെ വാക്യം, നിങ്ങൾ ഓരോരുത്തരായി എല്ലാവരും പ്രവചിക്കുക, എല്ലാവർക്കും പഠിക്കാനും ആശ്വാസം പ്രാപിപ്പാനും ഒക്കെ അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രബോധനം എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാന ഘടകങ്ങൾ എൻകറേജ്മെൻറ്റ്, നല്ല കാര്യം ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം, അതുപോലെ കറക്ഷൻ, തെറ്റുപറ്റുന്നവർക്ക് തെറ്റുതിരുത്തൽ, ഗൈഡൻസ്, വഴി അറിയാതെ നിൽക്കുന്നവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക. സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി നമുക്ക് പോയി വന്നിട്ട്